ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്ലാന്റ് വീഡിയോ ആണ്. ഇതുപോലുള്ളൊരു പൈനാപ്പിളിൻ്റെ നമ്മൾ ഒടിച്ചു കളയുന്ന ഭാഗം ഒരു പ്ലാന്റാക്കി മാറ്റുന്ന ഒരു ടെക്നിക്കാണ്, ഒരു വിദ്യയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം ബെല്ലൈക്കണും ഓണാക്കി വെക്കുക. ഇത് നമ്മൾ ഒഴിവാക്കുന്ന ഒരു പൈനാപ്പിളിൻ്റെ ഒരു പോട്ടാണിത്. ഇത് നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ചെടിയാക്കി മാറ്റാം. അത് നമുക്കൊരു ചിലവും ഇല്ലാതെ ചെയ്യാം. ഇത് മണ്ണിൽ വെക്കുകയാണെങ്കിൽ ശരിക്കും മണ്ണൊരു കോമ്പിച്ച് മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ ഇതിൽ പൈനാപ്പിളും ഉണ്ടാവും. നമുക്കിതൊരു ഇൻഡോർ പ്ലാന്റായി വെക്കാം. ഒട്ടും വെയിൽ ആവശ്യമില്ലാതെ, വെളിച്ചം ആവശ്യമില്ലാതെ തന്നെ ഇത് കേടുവരാതെ വളർന്നോളും. വളർന്നിട്ടില്ലെങ്കിലും അത് കേടുവരാതെ ഇരുന്നോളും. അപ്പം ഇതിന് നമുക്ക് ചെയ്യേണ്ടത് ഈ ഭാഗം ഇതൊരു എവിടെയെങ്കിലും വെച്ച് ആദ്യം വേണ്ടത് ഇതിന് റൂട്ട് വരികയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് റൂട്ട് ഹോർമോൺ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് വേണമെന്നൊന്നുമില്ല, കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. ഇത് നമ്മുടെ തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ വെറുതെ വലിച്ചെറിഞ്ഞാൽ തന്നെ ഇതിന് വേര് വന്നോളും. വേര് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് വെള്ളത്തിൽ വെക്കാം. ഇതുപോലുള്ള ഒരു പാത്രത്തിലാക്കിയിട്ട് ഭംഗിയുള്ള ഒരു പാത്രത്തിൽ വെക്കാം. അപ്പം ഈ വെള്ളത്തിൽ വെച്ചത് ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് ഞാൻ വെള്ളത്തിൽ വെച്ചതാണ്. ഇത് കണ്ടോ, ഇത് എത്ര കാലം ഇരുന്നോളും. ഇത് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് മുകളിലേക്ക് വെള്ളം പൂർണ്ണമായിട്ട് നിറയ്ക്കരുത്. വേര് ഭാഗം ഒതുങ്ങി നിൽക്കുന്ന രൂപത്തിൽ മാത്രം വെള്ളം നിറയ്ക്കുക, അല്ലെങ്കിൽ ചീഞ്ഞു പോകും. അപ്പം അത്രേ ഉള്ളൂ ഇതിന്റെ കാര്യങ്ങൾ. ഇത് നമുക്ക് വെയിലത്ത് വെക്കാം, അകത്തും വെക്കാം, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇത് അങ്ങനെ വെള്ളത്തിൽ വെക്കുന്ന ഒരു പ്ലാന്റാണ്. ഇപ്പോൾ വെച്ചതാണ്, ഇതിനൊക്കെ വേര് വന്നതാണ്. ഇത് ഞാൻ ഒന്ന് പുറത്തെടുത്ത് കാണിച്ചു തരാം. വേര് വന്നതാണ്. ഇതിങ്ങനെ വെച്ചാൽ മതി, ഒന്നും സംഭവിക്കൂല. ഇത് ഭംഗിയുള്ളൊരു പാത്രത്തിലാക്കിയിട്ട്, ഒരു പോട്ടാക്കിയിട്ട് നല്ല ഒരു ഇൻഡോർ പ്ലാന്റ് ആക്കി നമുക്ക് അകത്ത് വെക്കാം. ഒരു കപ്പിലൊക്കെ വെച്ചാൽ വളരെ ഭംഗിയായിരിക്കും. ഇനി ഇത് ചെയ്യേണ്ടത്, ഇതിൽ റൂട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കൂടുതൽ നീളമുള്ളതാണെങ്കിൽ ഇതിങ്ങനെ പറിച്ച് ഓരോന്നായിട്ട് ഇങ്ങനെ പറിച്ച് കളയുക. അപ്പോൾ ഇതിങ്ങനെ നീണ്ട് പോകുന്നതിനനുസരിച്ച് ഇതിന് ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ വളരെ ഭംഗിയായിരിക്കും. അത് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ പൈനാപ്പിൾ വാങ്ങുമ്പോൾ നല്ല ഭംഗിയുള്ളതൊന്നും കിട്ടൂല, അതുപോലെ ഒടിഞ്ഞതൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പം അത് ജസ്റ്റ് ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യാം. പിന്നെ അത് വളർന്നു വരുമ്പം നമുക്ക് ഈ നല്ല ഭാഗം വരും. ഇതൊക്കെ നമുക്ക് കളയാം. ഈ വെള്ളമായിട്ടുള്ള പീസുകൾ, ഈ ഇലകളൊക്കെ എടുത്ത് കളയാം. ഇങ്ങനെ കളഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് കളയുന്നതിന് മുമ്പ് നമുക്ക് ഇതിന് വേര് വരാൻ കാത്തിരിക്കാം. വേര് വന്നാൽ പിന്നെ പെട്ടെന്നാവും കാര്യങ്ങളൊക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഒരു സാധനം നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഇനിയിപ്പോൾ അകത്ത് വെക്കാനും കൊള്ളാം, പുറത്ത് വെക്കാനും കൊള്ളാം. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് പൈനാപ്പിൾ പ്ലാന്റ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇത്രയും കാര്യമുള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ. ഒരു കുഴപ്പമില്ല, സിമ്പിളായിട്ട് ചെയ്യാം. ഒരു ശ്രദ്ധയും ഇല്ലെങ്കിൽ തന്നെ ഈ കള്ളിച്ചെടി വളരുന്ന പോലെ വെള്ളം പറഞ്ഞിട്ടില്ലെങ്കിലും ഇതൊന്നും കേടൊന്നും പോവില്ല. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ ഇപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.